ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നൈസായിട്ടുള്ള അരിപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. ഇതിൽ ഉപ്പ് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നമ്മളിത് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ ഇതിവിടെ എടുത്തിരിക്കുന്നത് നൂലപ്പത്തിൻ്റെ പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. വളരെ നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ചിട്ടുള്ള നമ്മുടെ മത്തങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മത്തങ്ങയിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് കേട്ടോ. ഈ മത്തങ്ങ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കുമ്പോൾ അതേ ഇതുപോലെയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നല്ല ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളമായിരിക്കണം. ഇതിപ്പോൾ കൈ പൊള്ളണമൊക്കെ ഉണ്ടാവും, എന്നാലും ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് നാളികേരം, 1/2 കപ്പ് ശർക്കരയുടെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുഴച്ചെടുത്ത് വെച്ച ആ മാവിൽ നിന്ന് ഒരു ബോളിൻ്റെ വലിപ്പത്തിലെടുത്തിട്ട് ഞാനിത് നന്നായിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. പിന്നെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് ഇതിൻ്റെ അരികു വശം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു പരന്നതായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മുടെ കൈയിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് എളുപ്പത്തിൽ നമുക്കിത് ഇങ്ങനെ ഒരു കുഴിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. എളുപ്പപ്പണിയാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിലേക്ക് ആ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫില്ലിങ്സ് ഇതിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. കണ്ട നമ്മുടെ കൊഴുക്കട്ട തന്നെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക, കവർ ചെയ്തെടുക്കുക. കണ്ടോ? എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ബോൾസ് ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. കൊഴുക്കട്ടയുടെ ഷേപ്പിലുള്ള അതേ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിലൊരു വ്യത്യാസമുള്ളത് മത്തങ്ങ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ നടുക്കിൽ ഒരു ഹോള് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഈ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. ഒരു കൊച്ചു മത്തങ്ങയുടെ ഷേപ്പായിട്ട് ഇത് കിട്ടും. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികളാണ് വരെ ഇത് കഴിച്ചു പോകും കേട്ടോ. ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് കണ്ടോ, ഒരു കൊച്ചു മത്തങ്ങ പോലെ ഞാനിത് ആക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിതിവിടെ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വെക്കാൻ പോകുന്നത് ഇത് ഗ്രാമ്പുവാണ് കേട്ടോ. ഇത് ഞാൻ ആ കൊഴുക്കട്ടയുടെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ശരിക്കും ഒരു മത്തങ്ങയുടെ ഷേപ്പ് പോലെ നമുക്കത് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് 20 മിനിറ്റ് നേരം ആവിയിൽ പുഴുങ്ങിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിത് സ്റ്റീമറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഓരോന്നായിട്ട് ഞാൻ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 20 മിനിറ്റ് ഒന്നും വേണ്ട, ഹൈ ഫ്ലെയിമിലിട്ടാണെങ്കിൽ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് വേവിച്ച് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ച ശേഷം ഇതേ കണ്ടോ, നമ്മുടെ കുഞ്ഞു മത്തങ്ങകളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇത് കണ്ടാൽ ഒരു കൊച്ചു മത്തങ്ങയുടെ പോലെയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ എല്ലാവരും എന്നെ മെസ്സേജിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.